മൂകാംബിക ദേവിയുടെ സാന്നിധ്യമരുളുന്ന കേരളത്തിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രമാണ് വടക്കൻ പറവൂർ ദക്ഷിണം മൂകാംബിക ക്ഷേത്രം. അതിരാവിലെ 6 മണിക്കാണ് മാധവം ഗ്രൂപ്പ് ഒരുക്കിയ ഈ തീർത്ഥയാത്രയിൽ ഞാനും പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ ഭക്തജനങ്ങളുടെ തിരക്ക് വളരെ കുറവായിരുന്നു. മുഖ്യപ്രതിഷ്ഠ ശ്രീ മൂകാംബിക ദേവിയാണ്. ഉപദേവതകളായി ഗണപതിയും ശ്രീമുരുകനും മഹാവിഷ്ണുവും യക്ഷിയും ഹനുമാനും വീരഭദ്രനും വാണരുളുന്നു. നയനങ്ങൾക്ക് ഭക്തിയുടെ പൂർണ്ണതയേകുന്ന സമൃദ്ധമായി വിരിഞ്ഞു നിൽക്കുന്ന താമരക്കുളത്തിന് നടുവിലാണ് ശ്രീകോവിൽ. നവരാത്രി മഹോത്സവമാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ മഹോത്സവം. കേരളത്തിന് പുറത്തുനിന്നും നിരവധി കലാകാരന്മാരാണ് നവരാത്രി മണ്ഡപത്തിൽ സംഗീത ആരാധന നടത്തുവാൻ വേണ്ടി എത്തുന്നത്. സപ്തസ്വരങ്ങൾ പൊഴിക്കുന്ന മണിനാദം കൊണ്ട് ക്ഷേത്രവും ക്ഷേത്ര പരിസരവും സംഗീതമുഖരിതമാകുന്ന മനോഹരമായൊരു കാഴ്ച. വിജയദശമി ദിനത്തിലെ വിദ്യാരംഭത്തിൽ ആയിരക്കണക്കിന് കുട്ടികളാണ് ഈ ക്ഷേത്രത്തിൽ ഹരിശ്രീ കുറിക്കുന്നത്. അതുപോലെ തന്നെ ഭരതനാട്യവും മോഹിനിയാട്ടവും സംഗീത ആലാപനവുമൊക്കെ കൊണ്ട് ക്ഷേത്രവും ക്ഷേത്രാങ്കണവും മുഖരിതമാകുന്ന മനോഹരമായ കാഴ്ചയും നമുക്ക് ഉത്സവ നാളുകളിൽ കാണാവുന്നതാണ്. രാജഭരണകാലത്ത് വടക്കൻ പറവൂർ ഭരിച്ചിരുന്ന പറവൂർ തമ്പുരാൻ ഓരോ വർഷവും മൂകാംബിക ദേവിയെ ദർശിക്കുവാൻ വേണ്ടി പോകുമായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖമുള്ളതിനാൽ അദ്ദേഹത്തിന് ദേവിയെ തൊഴുവാനുള്ള സന്ദർഭം ഉണ്ടായില്ല. ഈ സമയത്ത് ദേവി പ്രത്യക്ഷപ്പെട്ട് ദേവിയുടെ ആജ്ഞപ്രകാരം ദേവിക്ക് വേണ്ടി ഒരു ക്ഷേത്രം പണിതു. ഇതാണ് ഐതിഹ്യം.